സിയാനു ആൻഡ് റനാബി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ കുറെ കാലയില്ലേ കണ്ടിട്ട്, അപ്പൊ നമ്മൾ കുറെ നല്ല തിരക്കായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു പുതിയൊരു ഈറ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഇനി പ്രാവുകളുടെ കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാൻ എന്നുവെച്ചാ ഇവന് ഇവിടെ കുറച്ച് ദിവസം നിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ വന്നതാണ്. അപ്പൊ ഇവന് ഒരു ചെറിയ പ്രാവുണ്ട് കേട്ടോ. അപ്പൊ അതിന് തീറ്റൊക്കെ കൊടുക്കണ്ട. അതുകൊണ്ട് ഇവന് ആ പ്രാവിനെ ഇങ്ങോട്ട് കൊടുന്നു. പിന്നെ അതിന്റെ കൂട്ടിന് നിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്രാവിനെയും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകണ്ടേ ഞാൻ ഇന്നത്തെ വീഡിയോ അതല്ല. ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രാവിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്. പിന്നെ ഇവള് പറഞ്ഞ പോലെ ഞാൻ എന്റെ വീട്ടിൽ 2 പ്രാവിന് കൊടുത്തിട്ടുണ്ട്. ഇവന്റെ വീട്ടിൽ ടോട്ടൽ 5 പ്രാവുണ്ട്. അപ്പൊ ഇത് 2 പ്രാവിനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും മെയിലും ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടിപ്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ മെയിലും ഫീമെയിലും തിരിച്ചറിയാനുള്ള ടിപ്സുകളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ ഇപ്പൊ മെയില് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കുട്ടിയുണ്ട്. പക്ഷെ ആ കുട്ടി ചെറുപ്പത്തിലായ കാരണം നമുക്ക് മെയിൽ ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഉള്ള ഒരു മെയിൽ പ്രാവിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മയിൽപ്രാവാണ്. ഇതൊരു മയിൽപ്രാവാണ്. അപ്പൊ ഇത് മെയിലാണ് ഫീമെയിലാണോ നിങ്ങൾക്ക് ഇപ്പൊ അറിയണവർ പറയാ. ഇപ്പോൾ എനിക്കറിയാം, പക്ഷെ എന്തായാലും അറിയണവർ ഇപ്പോൾ പറയാം ഇത് മെയിലാണ് ഫീമെയിലാണോ. അപ്പം പിന്നെ നമുക്ക് അതിനുള്ള ടിപ്സ് പറഞ്ഞുതരാം. പല യൂട്യൂബേഴ്സും ഇങ്ങനത്തെ ഒരു ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ തല മറച്ചു പിടിച്ച് ഇങ്ങനെ ആക്കിയാൽ പെടഞ്ഞാൽ അത് മെയിലാണ്, പെടഞ്ഞില്ലെങ്കിൽ അത് ഫീമെയിൽ. അടാ ഇത് പെടയുന്നില്ല, പക്ഷെ ഇത് മെയിലാണ്. ഇത് ഫീമെയിൽ ഇല്ല, മെയിലാണ്. പക്ഷെ ഇത് കണ്ട പെടയുന്നില്ല, കണ്ട. ഇതാണ് യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് ഫേക്കാണ്. കാരണം നമ്മളൊരു പ്രാവിനെ ആരോഗ്യത്തോടെ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കിയാൽ അത് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അത് പിടയ്ക്കും. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കൊടുക്കാണ്ട് ആവശ്യമായിരിക്കുന്ന പ്രാവിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചാക്കിയാൽ അത് പിടയ്ക്കില്ല. അപ്പോൾ അതൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാതെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ തെറ്റിദ്ധാരണകളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രാവിൻ്റെ ഇവിടെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ തിരിച്ചു വലിക്കുകയാണെങ്കിൽ മെയില്, തിരിച്ചു വലിച്ചില്ലെങ്കിൽ ഫീമെയിൽ. പക്ഷെ ഇതിൻ്റെ കാര്യത്തിൽ അതാണ്. ഇത് മെയിലാണ്, പക്ഷെ ഇത് തിരിച്ചു വലിക്കുന്നില്ല. ഞാൻ ബലത്തിലല്ല പിടിച്ചേക്കുന്നത്, ഒരു ബലം ഇല്ലാണ്ടാണ് പിടിച്ചേക്കുന്നത്. പക്ഷെ തിരിച്ചു വലിക്കുന്നില്ല. അതും പ്രാവിൻ്റെ ആരോഗ്യ ബേസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ ഈ പ്രാവുകളൊന്നും നമുക്ക് മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ പറ്റില്ല. ഏകദേശം ഒരു 8-7 കള്ളി ആവണം പ്രാവുകൾക്ക്. ഇതിപ്പോ 10 കള്ളി പ്രാവാണ്. 10 കള്ളിയായി. ഇതൊരു പ്രാവാണ്, പറവല്ല കേട്ടോ, ഇത് പ്രാവ് തന്നെയാണ്. ഇത് 10 കള്ളി പ്രാവാണിത്, മെയിലാണിത് കാണുമ്പോൾ. പിന്നെ ഞാനിത് ഐഡന്റിഫൈ ചെയ്യാനുള്ള വേറെ ആൾക്കാർ പറയുന്നത് പ്രാവുകളുടെ ഈ ഒരു സാധനല്ലേ, ഇത് കൂടുതലുള്ളവർക്കാണ് മെയിൽ, കൂടുതലില്ലാത്തവർക്കാണ് ഫീമെയിൽ. പക്ഷെ അതിനും ചില തെറ്റിദ്ധാരണകളുണ്ട്. കാരണം നമ്മളിപ്പോ ഇതും പിന്നെ വേറൊരു ഷിറാസ് ഇതിന്റെ പ്രാവിനെ നമ്മൾ കൊണ്ടുവന്ന് ഇതിന്റെ കൂടെ വെക്കേണ്ടി. ഷിറാസിന് ചിലപ്പോൾ മെയിലാണ് ഷിറാസ്, പക്ഷെ ഈ സാധനം ഷിറാസിന് ചിലപ്പോൾ ഉണ്ടാവില്ല. എല്ലാ പ്രാവുകൾക്കും ഈ സാധനം കൂടുതലായി ഉണ്ടാവണമെന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വേറൊരു പ്രാവുണ്ട്, പക്ഷെ അതിന് ഇത് കൂടുതലില്ല, പക്ഷെ ഇത് മെയിലാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോ ഇതേ ഒരു ഇനത്തിലുള്ള പെൺപ്രാവിനെ കൊണ്ടുവന്ന നമ്മൾ ഇതല്ലാണ്ട് വേറെ തന്നെയുള്ള പെൺപ്രാവിനെ കൊണ്ടുവന്ന ഒന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിനെ പോലെ തന്നെ ഇതിന്റെ അതേ ഒരു വർഗത്തിൽ പെട്ടിട്ട് പ്രാവിന് ഒരു വെള്ള മയിൽപ്രാവിനെ ഇടുമ്പോ അപ്പോഴാണ് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഇനി മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മുടെ പ്രാവ് ഇങ്ങനെ നമ്മൾ തിരിച്ചു പിടിച്ചില്ലേ, അങ്ങനെ തന്നെ പിടിക്കേണ്ടത്. നമ്മുടെ ഈ പ്രാവിന്റെ ഈ കാലിന്റെ അവിടത്തുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കുക. ഇവിടെ നല്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലാണ് അത് ഫീമെയിൽ. കണ്ടു, ഇവിടെ ഇപ്പോൾ ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ. അതിപ്പോൾ നല്ല ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് ഫീമെയിൽ ആയിരിക്കും. ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ മെയിലായിരിക്കും. കാരണം ചെറിയ ഫീമെയിൽ മുട്ട ഇടില്ലേ, അപ്പോൾ മുട്ട അവിടെയാണ് സ്റ്റോറായി വെക്കുന്നത്. അപ്പോൾ അവിടെ ഫീമെയിൽ ആയിരിക്കും. പിന്നെ മെയിൽ ഫീമെയിലാട്ടി ഭയങ്കര വലുതായിരിക്കും. പക്ഷെ അത് വേറെ പ്രാവുകൾ നോക്കിയാൽ കാണില്ല. ഒരേ ഇനത്തിൽപ്പെട്ട പ്രാവുകൾ എന്ന് വെച്ചാൽ 2 പാകിസ്ഥാനിന്ന് കിട്ടിയില്ലായിരിക്കും. അപ്പൊ അതില് ഒരെണ്ണത്തിന് വലിപ്പം കൂടുതലും ഒരെണ്ണത്തിന് വലിപ്പം കുറവാണെങ്കിൽ വലിപ്പം കുറഞ്ഞതായിരിക്കും എന്തായാലും ഫീമെയിൽ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ പ്രാവിനെ നിലത്ത് വെക്കുമ്പോൾ അത് ഇരിക്കുന്ന ശൈലി നോക്കണം. ഇതെന്തായാലും ഇപ്പൊ നിലത്ത് വെക്കാൻ പറ്റില്ല. ഇതെന്തായാലും കുറച്ച് ദിവസമായിട്ടുള്ള മേടിച്ചിട്ട് അപ്പൊ എന്തായാലും പറക്കും. അപ്പോൾ ഈ പ്രാവിനെ നിലത്ത് വെക്കാൻ പറ്റില്ല. പിന്നെയുള്ള വേറൊരു
ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ DNA ടെസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ പ്രാവിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രാവിൻ്റെ നമ്മൾ പെറ്റ് ഷോപ്പിലൊക്കെ പോകുമ്പോൾ ബേഡ്സിൻ്റെ DNA നമുക്ക് കാർഡ് പോലെ കിട്ടാറുണ്ട്. അതിൽ കാണിക്കും മെയിലാണ് ഫീമെയിലാണ്. അപ്പോൾ നമ്മൾ ഒരു DNA കുറച്ച് ബ്ലഡ് കൊടുക്കുക ഈ പ്രാവിൻ്റെ. എന്നിട്ട് നമ്മൾ അവർക്ക് കൊടുത്ത് നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും മെയിലാണ് ഫീമെയിലാണ്. അതിൻ്റെ ഒരു കാർഡും തരും അവർ. പക്ഷേ അത് റിസ്ക്കാണ്. 100 രൂപയ്ക്ക് എത്ര വരും അത് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ നമ്മൾ മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ വേറെ മാർഗങ്ങൾ അധികം അങ്ങോട്ടൊന്നും ഇല്ല. പിന്നെ ഇതൊരു മെയിൽ പ്രാവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 8-7 കള്ളി വേണം. എന്ന് വെച്ചാൽ 8-7 കള്ളി നോക്കാനുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. കള്ളി എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രാവിന് 10 കള്ളി വരെ വയസ്സുണ്ടാവണം. എന്ന് വെച്ചാൽ 10 വയസ്സെന്ന് ഉദ്ദേശിക്കാം. അപ്പോൾ 10 കള്ളി ഒരു ഫീമെയിൽ പ്രാവിനാകുമ്പോഴാണ് അത് മുട്ടിടുന്നത്. അപ്പോൾ കള്ളിയുടെ വീഡിയോ എന്തായാലും നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനി കള്ളി ആവാത്തൊരു പ്രാവിനെ നമുക്ക് പിടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചെറിയ കുട്ടിപ്രാവ് കേട്ടോ. കണ്ടത് ഒരു കുട്ടിയാണ്. അപ്പം ഇതിന് എത്ര കള്ളിയാണെന്ന് ഞാൻ നോക്കില്ല. പക്ഷെ ഇത് കുട്ടിയാണ്. ഇതിന് മെയിൽ ഫീമെയിൽ തിരിച്ചറിയാനുള്ള ആയിട്ടില്ല. അപ്പം ഞാൻ നോക്കി നോക്കട്ടെ. ഇതിനൊരു 5-6 കള്ളി ആയിട്ടുള്ളൂ. ഒരു 8 കള്ളിയെങ്കിലും 8-9 കള്ളിയെങ്കിലും വേണം നമുക്ക് ഫീമെയിലും മെയിലും തിരിച്ചറിയാം. ഇതിന് കാണുമ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇത് മെയിലാണോ ഫീമെയിലാണോ. ഇത് കണ്ടോ, കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ലുക്കാണ് കുട്ടിക്കുള്ളത്. പിന്നെ ഇനി അതിന് വലിച്ചാൽ കിട്ടുന്നത് ഒന്നുമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം കുട്ടിയായിരിക്കും, മുട്ട സ്റ്റോറേജ് ഒന്നും ഉണ്ടാവില്ല അവിടെ. പിന്നെ ഇവിടെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഫേക്ക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഇല്ലേ, ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടോ. പിന്നെ ചിലവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടി പ്രാവുകൾ മെയിലാണ് ഫീമെയിലാണ് തിരിച്ചറിയാൻ ഞാൻ കേട്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ പ്രാവ് ചിലവർ പറയും നമ്മുടെ പ്രാവുകൾ ആദ്യം മുട്ടയിട്ടാൽ അത് മെയിലായിരിക്കുന്നതാണ്. ചിലവർ പറയുന്നത് മുട്ടയുടെ ഷേപ്പ് ഓവൻ ഷേപ്പ് ആണെങ്കിൽ മെയിലും കൃത്യ റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ഫീമെയിലും ആണെന്നാണ് അവർ പറയുന്നത്. ചിലവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ചിലവർക്ക് അങ്ങനെ പറയുന്നത്. അപ്പോൾ ചെക്ക നല്ല കുട്ടിയാട്ടോ. വെച്ചാൽ നല്ല വെള്ളയും ബ്രൗണൊക്കെ ഉള്ള ബ്രൗണിഷ് കളറൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ മെയിലും ഫീമെയിലൊക്കെ തിരിച്ചറിയണമെങ്കിൽ എൻ്റെ ഒരു ഫീമെയിൽ ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫീമെയിലൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ ഷോർട്സിൽ ഇടുന്നതായിരിക്കും ഫീമെയിൽ ഇങ്ങനെയാണ് മെയിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ചെറിയൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മെയിലും വേറൊരു മെയിലും വേറൊരു പ്രാവും കൂടി ഇടുക വിചാരിക്കും. അപ്പം നമ്മുടെ മെയിൽ കുറുകയാണെങ്കിൽ അത് മെയിലാണ്, കുറുകയില്ലെങ്കിൽ അത് ഫീമെയിലാണ്. എന്ന് വെച്ചാൽ കുറുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ഇവിടെയുള്ള ഈ സാധനങ്ങളൊക്കെ ഒന്ന് കുലുക്കി തലക്ക് ഇങ്ങനെ ആക്കി ചില പ്രാവുകൾ കറങ്ങും, ചില പ്രാവുകൾ കുനിഞ്ഞിങ്ങനെ കുറുകാൻ വെച്ചൊരു സൗണ്ട് ഉണ്ടാക്കും അവർ, എന്നിട്ട് തല്ലൂടും. അപ്പോൾ അവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായി മെയിലാണ്. അങ്ങനെ ചെയ്യാണ്ട് അടങ്ങിയിരിക്കുകയാണെങ്കിൽ ഫീമെയിലാണ്. പിന്നെ ചിലവർ പറയുന്നത് ഫീമെയിൽ കൊത്തൂല എന്നാണ്. പക്ഷെ ഫീമെയിൽ എന്തായാലും കൊത്തും. ഇപ്പോൾ മുട്ട ഇട്ട് അടിയിരിക്കുന്ന സമയത്തും കൊത്തും. പിന്നെ മേൽപ്രാവളെ കൊത്താൻ സാധ്യതയുണ്ട്. പക്ഷെ വെറുതെ ഓടിപ്പോയി കൊത്തൂല. മേൽപ്രാവളെ കൊത്താൻ സമയത്ത് തിരിച്ചു കൊത്തും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഷോർട്സിൽ ചെറുതായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാവിൻ്റെ ഇട ആരംഭിക്കുകയാണ്. അപ്പോൾ സിയാന റനാബി വ്ളോഗ്സിലേക്ക് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.